നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ നമ്മുടെ സിപ്പ് ഫയലിൻ്റെ ഫയൽ ഇട്ടിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്യുക. അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫയൽ മാനേജറിലേക്ക് പോകും. ഫയൽ മാനേജറിൽ തന്നെ ഇൻബിൽഡായിട്ട് ഇപ്പം എക്സ്ട്രാക്റ്റ് ചെയ്യാനുള്ളൊരു മെത്തേഡ് ഉണ്ട്. അങ്ങനെ ഇല്ലാത്ത ഫോണുകളിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് സിപ്പ് എക്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞ സംഭവം ഡൗൺലോഡ് ചെയ്താൽ മതി. ഇതിന് ശേഷം നമ്മളെ പ്രീസെറ്റ് പാസ്വേഡൊക്കെ അടിച്ച് എക്സ്ട്രാക്റ്റ് ചെയ്തതിൻ്റെ ശേഷം അതിലുള്ള എല്ലാ മെറ്റീരിയലും അവിടെ കാണാൻ പറ്റും. ആ എല്ലാ മെറ്റീരിയലും മറ്റൊരു ഫോൾഡറിലേക്ക് നമ്മൾ മൂവ് ചെയ്യണം. അതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. എന്നിട്ട് ആ ഫോൾഡറിൽ നിന്നൊരു സേവ് ഡേറ്റ് XML എന്നുള്ളത് പേരെല്ലാം കൊടുക്കുക. അതിലേക്ക് എല്ലാ മെറ്റീരിയലും മൂവ് ചെയ്യുക. അത്രയേ ഉള്ളൂ. പിന്നെ അലൈറ്റ്മേഷൻ ആപ്പ് ഓണാക്കുക. അതിൽ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞ ഒരു സ്പേസ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. മേലെ ഫയൽ അപ്ലോഡ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും. XML ഫയൽ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതിൽ പോയിട്ട് നമ്മൾ ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ ആ സേവ് ഡേറ്റ് എന്നുള്ള ഫോൾഡർ ക്ലിക്ക് ചെയ്യുക. അതിൽ XML ഡോക്യുമെൻ്റ് എന്നുള്ള സംഭവം ഉണ്ടാവും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഫയൽ ലോഡാവും. റെഡി. ഇനി എഡിറ്റിംഗ് പാനലിലേക്ക് നമ്മളത് അവിടെ നെക്സ്റ്റ് കൊടുക്കുന്നതോടുകൂടി കണ്ടിന്യൂ ടു ടൈംലൈൻ എന്നുള്ള ഓപ്ഷനിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യാനുള്ള പാനലെത്തിയിട്ടുണ്ട്. നമ്മൾ XML ഇതിൽ വർക്കിംഗ് ആയിട്ടുണ്ട്. അപ്പം ഇതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇതിൽ ക്യാമറ ഓണാക്കി കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതിൽ XML നമുക്ക് എല്ലാ ഫയലുകളും ഉണ്ടെങ്കിൽ തന്നെ അതിലൊരുപാട് മിസ്മാച്ചുകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ലേയേഴ്സ് നോക്കിയിട്ട് നമുക്കൊക്കെ ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. ലോഡ് കൂടിയ XMLസൊക്കെ അല്ലെങ്കിൽ പ്രീസെറ്റുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടാവും. പക്ഷേ ലേയേഴ്സ് നോക്കിയിട്ട് നമുക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റും. ആ കണ്ണിൻ്റെ ഐക്കൺ കാണുന്നില്ലേ, അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫാവും. ആ ഡിസ്പ്ലേ കാണാൻ പറ്റും. എന്നതിന് ശേഷം അത് ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ഓണാവും. അപ്പോൾ ഒരു ലെയർ ഇവിടെ സെലക്ട് ചെയ്യുകയാണ് ഞാൻ. എഡിറ്റ് ഗ്രൂപ്പ്സ് എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ആ ഒരു ഗ്രൂപ്പ്സ് കാണാൻ പറ്റും. അവിടെയുള്ള ആ ഒരു ബോർഡ് ഉണ്ടല്ലോ, ആ ബോർഡ് നമുക്കവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. നമ്മളെ ഗാലറിയിൽ വന്നിട്ടുണ്ടാവും ഈ മെറ്റീരിയൽസൊക്കെ. അപ്പോൾ ഞാൻ അവിടെ റൗണ്ട് സെലക്ട് ചെയ്തിട്ട് ചേഞ്ച് ചെയ്ത് ഇതിന് ശേഷം അവിടെ ഒരു ഫോട്ടോ, അവിടെ കിടക്കുന്ന ഫോട്ടോ നേരെ എന്ത് ചെയ്യുക, കളർ ആൻഡ് ഫില്ലിൽ പോയി കഴിഞ്ഞാൽ ഫോട്ടോ മാറ്റാനുള്ള ഓപ്ഷൻ വരും. അപ്പം ഇത് റൗണ്ട് ആയതുകൊണ്ട് ഞാൻ ആ ഫ്രെയിമിലേക്കൊരു പിക്ചർ ആഡ് ചെയ്യുമ്പോൾ അത് റൗണ്ടായിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ തന്നെ കിട്ടും. PNG ആക്കിയാൽ മതി. ഞാനിപ്പം ഒരു ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് വെച്ച് ആണ് ചെയ്തത്. അതുകൊണ്ട് ക്രോമ എഡിറ്റ് ചെയ്തിട്ടാണ് സെറ്റാക്കുന്നത്. ഇപ്പോൾ ഒരു സംഭവം റെഡി ആയിട്ടുണ്ട്. അതുപോലെ എല്ലാം അതുപോലെ ചേഞ്ച് ചെയ്യുക. ലൈറ്റ്മേഷൻ സംബന്ധിച്ചുള്ള ലൈറ്റ്മേഷൻ എന്ന് പറഞ്ഞത് നല്ലൊരു ബെസ്റ്റ് ആപ്പാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞത് അടിപൊളിയാണ്. ഒരു ആപ്പും ഇന്ന് വരെ തരാത്തൊരു ഔട്ട്പുട്ട് തരുന്ന നല്ലൊരു ആപ്പാണ്. ലൈറ്റ്മേഷൻ്റെ ഫുൾ ട്യൂട്ടോറിയൽ നമ്മൾ ചാനലിൽ ഉടനടി വരുന്നതായിരിക്കും. ഫുൾ ഡീറ്റെയിൽഡ് ട്യൂട്ടോറിയൽ വരുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കമൻറ്റുകളിൽ നിങ്ങളുടെ ഡൗട്ടുകൾ അറിയിക്കുക.